സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ 28ാം സംസ്ഥാന സമ്മേളനം 6-7 തീയതികളായി നടക്കും. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് 28ാം സംസ്ഥാന സമ്മേളനം മാർച്ച് 6-7 തീയതികളിൽ കാസർഗോഡ് ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിലും മുനിസിപ്പൽ ടൗൺ ഹാളിലുമായി നടക്കും. 6-ന് നടക്കുന്ന സംസ്ഥാന കൗൺസിൽ യോഗം BMS ദക്ഷിണ ക്ഷേത്രീയ സംഘടനാ സെക്രട്ടറി MP രാജീവൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് B ജയപ്രകാശ് അധ്യക്ഷത വഹിക്കും. യോഗത്തിൽ ജനറൽ സെക്രട്ടറി ജയഭാനു P വാർഷിക റിപ്പോർട്ട്, സംസ്ഥാന ഖജാൻജി G ഗോപകുമാർ വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കും. സംസ്ഥാന സെക്രട്ടറി A പ്രകാശ് അനുശോചന പ്രമേയവും സംസ്ഥാന വൈസ് പ്രസിഡന്റ് C സുരേഷ് കുമാർ സംഘടനാ പ്രമേയങ്ങളും സംസ്ഥാന സെക്രട്ടറി KN വിനോദ് മറ്റ് പ്രമേയങ്ങളും അവതരിപ്പിക്കും. സംസ്ഥാന വൈസ് പ്രസിഡന്റ് K മുത്തുകൃഷ്ണൻ സ്വാഗതവും സംസ്ഥാന സമിതി അംഗം P ദിലീപ് കുമാർ നന്ദിയും പറയും. മാർച്ച് 7-ന് സംസ്ഥാന പ്രസിഡന്റ് B ജയപ്രകാശിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന പൊതുസമ്മേളനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള മുഖ്യ പ്രഭാഷണം നടത്തും. മംഗളൂരു നോർത്ത് മണ്ഡലം MLA ഡോക്ടർ ഭരത് ഷെട്ടി, സ്വാഗത സംഘം ചെയർമാൻ K ഗോപാലകൃഷ്ണ ഭട്ട്, BMS സംസ്ഥാന പ്രസിഡന്റ് B ശിവജി സുദർശൻ, FETO സംസ്ഥാന പ്രസിഡന്റ് J മഹാദേവൻ, NTU സംസ്ഥാന വൈസ് പ്രസിഡന്റ് K പ്രഭാകരൻ നായർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയഭാനു P, സ്വാഗത സംഘം ജനറൽ കൺവീനർ കുഞ്ഞിരാമൻ കേളോത്ത് എന്നിവർ സംസാരിക്കും. RSS ക്ഷേത്രീയ സഹബൗദ്ധിക് ശിക്ഷൺ പ്രമുഖ് KP രാധാകൃഷ്ണൻ സാമബഹ്യ പരിവർത്തനത്തിൽ പെൻഷൻകാരുടെ പങ്ക് എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 11ാം പെൻഷൻ പരിഷ്കരണം നടപ്പിലായത് 2021 ഏപ്രിൽ മാസം. ആ പെൻഷൻ പരിഷ്കരണത്തിൻ്റെ കുടിശ്ശികയുടെ 2 ഗഡുക്കൾ ഇന്നുവരെയും നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതിൻ്റെ ഇടയിലാണ് ഈ ഗവൺമെൻറ് ഇറങ്ങിപ്പോകാൻ പോകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ 2024 ജൂലൈ മാസം 1-ാം തീയതി നടപ്പിലാക്കേണ്ട പെൻഷൻ ശമ്പള പരിഷ്കരണത്തിൻ്റെ ഒരു കമ്മീഷൻ, അത് ഇപ്പോൾ ഇറങ്ങിപ്പോകാൻ നേരത്താണ് ബഡ്ജറ്റിൻ്റെ പ്രസംഗത്തിനിടയിൽ പ്രഖ്യാപിച്ചത്. ആ കമ്മീഷന് 3 മാസത്തെ സമയം കൊടുത്തിട്ടുണ്ട്. കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നതൊക്കെ പുതിയ ഗവൺമെൻറ്റിനാണ്, ഈ ഗവൺമെൻറ്റിനല്ല. ഈ ഗവൺമെൻറ് തിരിച്ചു വരുമെന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടിയില്ല. അപ്പോൾ അങ്ങനെ അതേപോലെ കഴിഞ്ഞ 2016 തന്നെ അധികാരത്തിൽ വരുന്ന സമയത്ത് പ്രഖ്യാപിച്ചിരുന്നതാണ് ജീവനക്കാർക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ തിരിച്ചു കൊണ്ടുവരുന്നുള്ളത്. 2013 ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റാണ് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ മാറ്റിയിട്ട് പങ്കാളിത്ത പെൻഷൻ കൊണ്ടുവന്നത്. അപ്പോൾ 2016 LDFൻ്റെ ഇടതു മുന്നണിയുടെ പ്രകടന പത്രികയ്ക്കകത്ത് പറഞ്ഞതായിരുന്നു സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ തിരിച്ചു കൊണ്ടുവരുമെന്നുള്ളത്. സ്വാഗത സംഘം ചെയർമാൻ K ഗോപാലകൃഷ്ണ ഭട്ട്, സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയഭാനു P, സംസ്ഥാന വൈസ് പ്രസിഡന്റ് K മുത്തുകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി KN വിനോദ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം M ഈശ്വർ റാവു, സ്വാഗത സംഘം ജനറൽ കൺവീനർ കുഞ്ഞിരാമൻ കേളോത്ത്, ജില്ലാ പ്രസിഡന്റ് നാഗരാജ് B തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.